ഫൗണ്ടേഷൻസ് ആണ്. എന്താണ് ഫൗണ്ടേഷൻസ്? ഫൗണ്ടേഷൻസിൽ ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, ഷാലോ, ഡീപ്പ്, ടൈപ്സ്, സ്പ്രെഡ് ഫൂട്ടിംഗ്, റാഫ്റ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ നിന്ന് മാഷ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫൗണ്ടേഷൻ? ആരെങ്കിലും ഒരാൾ വായിക്കും. ഗോകുൽ തന്നെ വായിക്കട്ടെ. ഗോകുൽ എന്താണ് ഫൗണ്ടേഷൻ എന്ന് വായിച്ചു. ഗോകുൽ സർ, വായിക്കും. Transmit load from superstructure to subsoil Ah. for uniform distribution of load. To provide level surface for construction of superstructure. To reduce load intensity. Okay, good. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഭാഗങ്ങളാണ് ഒരു ബിൽഡിങ്ങിൽ. ഒന്ന് ഭൂമിയുടെ മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. ഭൂമിയുടെ താഴെയുള്ള ഭാഗത്തിന് നമ്മൾ സബ് സ്ട്രക്ചർ എന്ന് പറയും. നിങ്ങൾ ഈ ചിത്രത്തിൽ വളരെ സൂക്ഷിച്ച് നോക്കൂ. ഈ ചിത്രത്തിൽ വളരെ സൂക്ഷിച്ചാൽ ഈ ഒരു ഭാഗം, ഈ ഭൂമിയുടെ മുകളിലുള്ള ഇത്രയും ഭാഗത്തിന് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. ഇതിന്റെ താഴെയുള്ള ഭാഗത്തിന് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയും. അതുപോലെ സബ്സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഫൗണ്ടേഷൻ. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോ എന്താണ് ഫൗണ്ടേഷന്റെ റോള്? ടു ട്രാൻസ്മിറ്റ് ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സബ് സോയിൽ. സബ് സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ഓക്കെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ വെയിറ്റ്, എന്തൊക്കെ വെയിറ്റാ ഒരു ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഉണ്ടാവുക? ആരാണ് പറയുന്നത്? ഒരു ബിൽഡിങ്സിന് എന്തൊക്കെ വെയിറ്റാ ഉള്ളത്? ഗോപിക കെ പറയൂ. ഗോപിക കെ, എന്തൊക്കെ വെയിറ്റാ ഉള്ളത് ഗോപിക? മോളെ പറഞ്ഞ എന്തൊക്കെ വെയിറ്റാ ഉള്ളത് ഒരു ബിൽഡിങ്ങിന്? വാളിന്റെ വെയിറ്റ്. ഓക്കെ, വാളിന്റെ വെയിറ്റ് മതി. ഇനി അടുത്ത ആളോട് ചോദിക്കുന്നു. ഓക്കെ, അമൃത ഇ കെ പറഞ്ഞ എന്തൊക്കെ വേറെ എന്തൊക്കെ ലോഡാണ് അമൃത പറയൂ. ജനാലയുടെ വെയിറ്റ്. ഗുഡ്. ഓക്കെ, ദെൻ ഷിജിന ഉണ്ടോ? ഷിജിന, വേറെ എന്തൊക്കെ വെയിറ്റാ ഉള്ളത് നമ്മുടെ ഒരു ബിൽഡിങ്ങിന്? വാട്ട് ആർ ദ വെയിറ്റ്സ് ഓഫ് ബിൽഡിംഗ്? ഈ ബിൽഡിങ്ങിന്റെ വെയിറ്റ് എന്തൊക്കെയാണ്? ഷിജിന. ഓക്കെ, പറയൂ എന്തൊക്കെ വെയിറ്റ് ആണ്? റൂഫിന്റെ വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, ഗുഡ്. മതി. അപ്പോ നോർമലി മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ റൂഫിന്റെ വെയിറ്റ്, വാളിന്റെ വെയിറ്റ്, ജനാലയുടെ വെയിറ്റ്, എല്ലാ വെയിറ്റും, അതായത് ഈ വെയിറ്റ് ഒക്കെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫൗണ്ടേഷനിലേക്കാണ്. എങ്ങോട്ടാണ്? ഫൗണ്ടേഷനിലേക്കാണ് നമ്മുടെ വെയിറ്റ് മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഫൗണ്ടേഷനിലേക്കാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മാഷ് ഒരു സെക്കൻഡ്, ജിതിൻ സാർ ഒന്ന് വിളിക്കുന്നത്. ഒരു സെക്കൻഡ് മാഷ് ഇപ്പോ വരാം. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്കി. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? ആരൊക്കെ ഒരാള് എന്താ പറയാ, നെലുഫർ കാണുന്നുണ്ടാ? നെലുഫർ? ഓക്കെ, അപ്പോ ടു ട്രാൻസ്മിറ്റ് ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സബ്സോയിൽ.
അതായത് മണ്ണിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സൂപ്പർ സ്ട്രക്ചറിന് അതിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുന്നത്. ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ? അത് യൂണിഫോം അല്ലാതെ ഒരു ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് ഈസ് ഡിഫറൻഷ്യൽ? ഒരേ രീതിയിലല്ല ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിചാരിക്കാം. നമ്മുടെ ബിൽഡിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ഒരു ഭാഗത്ത് കൂടുതൽ സെറ്റിൽമെന്റ് നടക്കുന്നു, ഒരു ഭാഗത്ത് കുറവ് സെറ്റിൽമെന്റ് നടക്കുന്നു. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു താഴോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ ബിൽഡിംഗ് ചേരി അല്ലെ? അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോപ്പർ ആണെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് വിൽ ടേക്ക് പ്ലേസ്. ദെൻ ടു പ്രൊവൈഡ് എ ലെവൽ സർഫസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഒരു സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യാണ് ആര്? ഫൗണ്ടേഷൻ. പിന്നെ ലോഡ് ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിംഗ് നേരെ മണ്ണിന്റെ മേലെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും? വലിയ ആഘാതങ്ങൾ ഉണ്ടാകും. അത് ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആളെ മുകളിൽ വെച്ചാൽ ഒരു പ്രശ്നമില്ല, അയാൾ കറക്റ്റ് നമ്മളെ ബിൽഡിങ്ങിന് ഇങ്ങനെ താങ്ങി നിർത്തും. നമ്മൾ സിമ്പിളി ആയിട്ട് ഇതൊരു ബിൽഡിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഇതാണ് ഫംഗ്ഷൻ, ഇതിനെ താങ്ങി നിർത്തും നമ്മുടെ കൈ. ഓക്കെ, ഇതൊരു റിയാക്ഷൻ ഇങ്ങോട്ട് കൊടുക്കും, ആ റിയാക്ഷൻ കാരണം ഇയാൾ ഇതിന്റെ മുകളിൽ കറക്റ്റ് കിടക്കും. ഇതാണ് ഫൗണ്ടേഷന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, foundations can be categorized in two types. What are the different types of foundation? Shallow foundation, then deep foundation. എന്തൊക്കെ foundations ആണ്? Shallow foundation ഉണ്ട്, deep foundation. എന്താണ് shallow foundation എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലാൻ ഇങ്ങനെയാന്ന് ആയിരിക്കാം. ഒരു ഐസോമെട്രിക് വ്യൂ ആണ്. ആരോ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. കുട്ടികള്, അതാണ് ഇതിന്റെ പ്രശ്നം. അക്ഷയ്, ഇപ്പോ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് പ്ലാനിൽ ബിൽഡിങ്ങിന് ഒരു ലെങ്ത്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലെ? ബിൽഡിങ്ങിന് എന്തുണ്ടാവും? ഒരു ലെങ്ത്തും ഉണ്ടാവും, ഒരു ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഫൗണ്ടേഷന്റെ ചിത്രം വരച്ചാൽ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നെങ്കിൽ ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും അല്ലെ? ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും, ലെങ്ത്തും ഉണ്ടാവും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്, കട്ട് ചെയ്ത് ഈ സൈഡിൽ നിന്ന്, അപ്പൊ ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്. ഓക്കെ, അതിന്റെ വിഡ്ത്ത് ഉണ്ടാവും. അപ്പൊ ഈ വിഡ്ത്തിനെക്കാളും കുറവാണ് അതിന്റെ ഡെപ്ത് എങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ, നമ്മളെ കുയ്യാട്ടേരെ ഡെപ്ത് എന്ന് പറഞ്ഞത്, കുയ്യാട്ടേരെ ഡെപ്ത് എന്ന് പറഞ്ഞത് ഈ ബ്രെഡ്ത്തിനെക്കാളും ചെറുത്, ബ്രെഡ്ത്ത് ഉദ്ദേശിക്കുന്ന ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്തിനെക്കാളും കുറവാണെങ്കിൽ, നമ്മൾ ഇതിനെ പറയും ഷാലോ ഫൗണ്ടേഷൻ. ഇനി വിഡ്ത്തിനെക്കാളും കൂടുതലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. നിങ്ങൾ പൈലൊക്കെ അടിക്കുന്ന കണ്ടിട്ടുണ്ടാവും, വലിയ നിങ്ങൾ വിയറ്റ്നാം കോളനി പടത്തിൽ കണ്ടിട്ടില്ലേ? വലിയ പൈലൊക്കെ അടിച്ചൊരു മെഷീൻ കൊണ്ടൊന്ന് അടിച്ച് താക്കുന്നിട്ടില്ലേ? വലിയ മോഹൻലാലും മറ്റേസിനെയും. അതൊക്കെ ഡീപ്പ് ഫൗണ്ടേഷൻ. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് ലാർജർ ദാൻ ദി ബ്രെഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അതായത് ഫൗണ്ടേഷന്റെ വിഡ്ത്തിനെക്കാളും എത്രയോ കൂടുതൽ അടിയിൽ ഏതോ പാറയിൽ വേണം നമ്മൾ പൈൽ അടിച്ചിട്ട് തന്നെ താക്കാൻ വേണ്ടിട്ട്. വിയറ്റ്നാം കോളനി പടം കണ്ടവർക്കെല്ലാം ഓർമ്മയുണ്ട്, റാവുത്തറും മറ്റേ ടീമൊക്കെ വന്നിട്ട് ഉള്ള ഒരു മുഹൂർത്തം നിങ്ങളെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഡെപ്ത് വിഡ്ത്തിനെക്കാളും കൂടുതൽ നിങ്ങൾ ജീവിതത്തിലേ മറക്കാൻ വേണ്ടി പാടില്ല. ഇതൊരു ഇന്റർവ്യൂവിനടക്കം ചോദിച്ചോളൂ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ? അപ്പൊ നിങ്ങൾ ഉത്തരം പറയണം, shallow foundation is a foundation in which the width of the foundation will be greater than the depth of the foundation. What is a deep foundation? So deep foundation is a foundation in which depth of the foundation is greater than the width of the foundation. Okay, ഇവിടെ ഈക്വൽ ആയാലും മതി കേട്ടോ, ഡെപ്തും വിഡ്ത്തും ഈക്വൽ ആയാലും നമ്മൾ അതിനെ ഷാലോ ഫൗണ്ടേഷൻ ആണ്. ബ്രെഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഇതേ ബ്രെഡ്ത്തിന്റെ ഈ വിഡ്ത്തിന്റെ അതേ ഉയരം തന്നെയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷാലോ ഫൗണ്ടേഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. Normally, shallow foundation is categorized in 5 types. 5 type ആണ്. Isolated spread footing, രണ്ടാമത് വാൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ്, ദെൻ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ എന്ന് തന്നെ നിങ്ങൾ ഒരു അർത്ഥം മനസ്സിൽ വെച്ചാൽ മതി. സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻഡിലിവർ ഫൂട്ടിംഗ്, ദെൻ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ്. ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ 3 കാറ്റഗറിയിലുണ്ട്. പൈൽ ഫൗണ്ടേഷൻ, വെൽ അല്ലെങ്കിൽ കേസൺ ഫൗണ്ടേഷൻ, ദെൻ പിയർ ഫൗണ്ടേഷൻ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇത് നിങ്ങൾക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു സബ്ജക്ട് ഉണ്ട് അടുത്ത വർഷം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ജിതിൻ സാർ എടുക്കും. ആ സമയത്ത് മാഷ് ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി
പറ്റണം. ഇനി ഫസ്റ്റ് ഫൗണ്ടേഷനിലേക്ക് നമ്മൾ കടക്കുക. ഈ ഫൗണ്ടേഷൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടവരുണ്ടോ? വിഘ്നേഷ് ഉണ്ടോ? വിഘ്നേഷ് ഈ ഫൗണ്ടേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വിഘ്നേഷ് ഇല്ലേ? വിഘ്നേഷ് ഉണ്ടോ? ഇല്ലേ? എന്തോ വന്നിട്ടുണ്ടല്ലോ. ആര്യശ്രീ ഉണ്ടോ? ആര്യശ്രീ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ, ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ടൈപ്പാണ്. ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫൗണ്ടേഷൻ ആണ്. തൊട്ടടുത്തന്നെ നമ്മളെ എന്താ പറയേണ്ടത്, തൊട്ടടുത്തല്ല എന്താ പറയണ്ടത്, അവിടെ ഒരു ഗിരീഷാടിന്റെ ഹോട്ടൽ ഉണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ JTSന് തൊട്ട് മുന്നിലായിട്ട് ആ ഹോട്ടലിന്റെ ബിൽഡിംഗ് അടുത്ത കാലത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഓർഡിനറി ബിൽഡിങ്സ്, സാധാരണ ചെറിയ കടയെടുക്കാൻ ബിൽഡിങ്സ്, ഇങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുന്ന ഐസൊലേറ്റഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ്. എന്ത് ഫൂട്ടിംഗ് ആണ്? ഐസൊലേറ്റഡ് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തുകൊണ്ട് ഐസൊലേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു ഏകാന്തമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഫൗണ്ടേഷൻ. ഓരോ കോളത്തിനും ഓരോ ഫൗണ്ടേഷൻ അവരുടേതായ രീതിയിലുള്ള, അവർക്ക് ഓരോ കോളത്തിനും ഇരിക്കാൻ ഇതിലുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കും. അതാണ് ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ. ഇൻഡിപെൻഡന്റ് ഫൂട്ടിങ്സ് ആണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് ഫൂട്ടിംഗ്. ഈച്ച് കോളം ഹാസ് ഇറ്റ്സ് ഓൺ ഫൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഈച്ച് കോളം ഹാസ് ഇറ്റ്സ് ഓൺ ഫൂട്ടിങ്സ്. അപ്പോൾ ഈ ഫൂട്ടിങ്ങിന്റെ ഷേപ്പ് റെക്ടാങ്കുലർ ആവാം, സ്ക്വയർ ആവാം, സർക്കുലർ ആവാം. ഓക്കെ, റെക്ടാങ്കുലർ ആവാം, സ്ക്വയർ ആവാം, സർക്കുലർ ആവാം. ഇത് പ്രൊവൈഡ് ചെയ്യാൻ സാധാരണ ഇതിന് ഒരു ലെയർ ഒക്കെ ഉണ്ട്. എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്, ആദ്യം ഒരു പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ലെയർ അടിക്കും. ആദ്യം ഒരു സാൻഡ്, ഏറ്റവും അടിഭാഗം സാൻഡ് ലെയർ കഴിഞ്ഞിട്ട് ഒരു പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ലെയർ അടിക്കും. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ലെയർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു തിക്ക് സ്ലാബ്, ചെറിയൊരു രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ ആദ്യം ചെയ്യും. ഇവിടുന്ന് ഈ ഒരു ഫിനിഷിംഗ് ഇല്ലേ, ഈ ഫിനിഷിംഗ് ഇങ്ങനെ റെക്ടാങ്കുലർ രീതിയിൽ ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോപ്ഡ് ആയ രീതിയിൽ ഫിനിഷ് ചെയ്യാം. ഇവിടെ സ്ലോപ്ഡ് ആയ രീതിയിൽ ഫിനിഷ് ചെയ്തത് ശ്രദ്ധിച്ചാ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ റെക്ടാങ്കുലർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം, പ്രശ്നമില്ല. ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. അത് ഓരോ ഫിനിഷ് ചെയ്യുന്നവരെ ഇഷ്ടമാണ്. അപ്പോ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അതിന് 3 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് നിങ്ങൾ നോക്കുക. വളരെ സിമ്പിൾ ആണ്. കോളം ഇതാണ് കോളത്തിന്റെ. ഈ ഫൂട്ടിങ്ങിൽ എപ്പോഴും റോഡുകൾ ഉണ്ടാവും കേട്ടോ, അയൺ റോഡുകൾ ഉണ്ടാവും. ഫൂട്ടിങ്ങിൽ അതിന്റെ കംപ്രഷൻ, അതിന്റെ ടെൻഷനൊക്കെ തടയാൻ എന്താ പറയേണ്ടത്, ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ പ്രൊവൈഡ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പോൾ പാഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലേറ്റ് നല്ലതാണ്. ഇതാണ് പാഡ് ഫൂട്ടിംഗ്. ഇത്രേ ഉള്ളൂ. സാനിറ്റൈസർ ആണ്. ഇതാണ് ഒരു പാഡ് ഫൂട്ടിംഗ്. വേറൊന്നുമില്ല, ഒരു സ്ലാബ്, അതിന്റെ മേലെ ജസ്റ്റ് ഒരു കോളം. ഇനി ഇതുപോലെ അല്ല ഇനി അടുത്ത ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എങ്ങനെയാണ്? ഓരോ സ്റ്റെപ്പായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും അടിയത്തെ സ്റ്റെപ്പ് ഇതേ പുസ്തകമാണ്. അത് കഴിഞ്ഞിട്ട് മൊബൈലിൽ അടുത്ത സ്റ്റെപ്പ്, അതിന്റെ മേലെയാണ് കോളം വരും. അതാണ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സ്ലോപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ എന്താ പറയാ, ആ ഫിനിഷ് ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള ഒരു ഫിനിഷ് സ്ലോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്യും. ഇത് റെക്ടാംഗിൾ ആയിട്ട് വെക്കൂല, അതിന് വളരെ സ്ലോപ്പിൽ ഫിനിഷ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിനെ സ്ലോപ്പ് ആയിട്ട് അങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് പോയിന്റർ ആക്റ്റീവ് ആയിട്ടില്ലേ, ഓക്കെ, ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്താൽ ഇത് വരക്കാൻ കറക്റ്റ് കിട്ടുന്നില്ല. സ്ലോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്താൽ എന്തായാലും സ്ലോപ്പ്ഡ് ഫൂട്ടിങ്. 3 ടൈപ്പ് ഫൂട്ടിങ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ 3 ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ഫൂട്ടിങ് വാൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ് ആണ്. എന്താണ് ഈ വാൾ ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ നമ്മളൊരു കോംപ്ലക്സ്, ഒരു എന്താ പറയേണ്ടത്, ഒരു കട കെട്ടും. ആ കട കെട്ടുമ്പോൾ ഇപ്പൊ 2 ഫൂട്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താ ചെയ്യുന്നത്, ആ ഫൂട്ടിങ് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വാള് പോലെ കൺസ്ട്രക്ട് ചെയ്തു. ഇത് ഒരു പ്രോപ്പർ ചിത്രമല്ല യഥാർത്ഥത്തിൽ.
ഓക്കെ, ഇതൊരു പ്രോപ്പർ ചിത്രമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വാള് വേണം. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, രണ്ട് കോളത്തിന്റെ മുകളിലായിട്ട് ഒരു വാള് പോലെ ഉണ്ട്. വാൾ ഫൂട്ടിംഗ് എന്നാണ്. ഈച്ച് സ്ട്രിപ്പ് കണ്ടെയ്ൻസ് നമ്പർ ഓഫ് ഫൂട്ടിംഗ്. ഒരുപാട് ഫൂട്ടിങ്സ് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ചുമര് കെട്ടി. ഓക്കെ, അതാണ് പരിപാടി. ഓക്കെ, എല്ലാ ഫൂട്ടിങ് കമ്പൈൻ ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു ചുമര് പോലെ കെട്ടിക്കും. അപ്പൊ ഒരു വാള് പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. Strip will be along the direction of the wall. Okay, strip will be along the direction of the wall. A group of columns share single length of their footing. ശ്രദ്ധിക്കുക, രണ്ട് കോളം ഉണ്ടാവും, അതിന് ഒരു ബേസ് സ്ലാബ് ഉണ്ടാവും. ആ സ്ലാബിന്റെ മുകളിലായിട്ട് രണ്ട് കോളത്തിന് കണക്ട് ചെയ്തിട്ടൊരു ഒരു ചുമര് പോലെ ഉണ്ടാവും, ഒരു വാള് പോലെ ഉണ്ടാവും. ഈ വാളിന്ന് ഓരോ കോളം. ഓക്കെ, ഇതാണ് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇനി കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ചിത്രമാണ് ഇവർ മാറിയിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാൾ ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? വാൾ ഉണ്ടാവില്ല. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണേ പോട്ടെ. ഈ രണ്ട് ഫൂട്ടിങ് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ഫൂട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു? എല്ലാം ഐസൊലേറ്റ് ആയിരുന്നു. ഇയാളൊറ്റക്ക് എല്ലാം ഐസൊലേറ്റ് ആയിരുന്നു. വാൾ ഫൂട്ടിങ്ങിൽ നമ്മൾ എന്തായത് ഈ രണ്ട് സ്ലാബ് കമ്പൈൻ ചെയ്തു. മാത്രമല്ല ഒരു ചുമരും കെട്ടിക്കൊടുത്തു. ഇതാണ് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ചുമരല്ല, ഒരു വലിയ നല്ല ഹൈറ്റിൽ തന്നെ ഒരു വാൾ രീതിയിൽ തന്നെ അത് വരും. ഓക്കെ, ഒരു വാൾ രീതിയിൽ തന്നെ വരും. ഇതാണ് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി വാൾ ഫൂട്ടിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്നൊന്നുമില്ല, രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കമ്പൈൻ ചെയ്യും. അതിൽ വാളില്ല. ഓക്കെ, ഫൂട്ടിങ്സ് ആർ മെയ്ഡ് ടു കോമൺ മോർ ദാൻ വൺ കോളം. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, ഈ ഫൂട്ടിങ്ങിന്റെ ഈ ഒരു ബ്രെഡ്ത്തും ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഫൂട്ടിങ്ങിന് അടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ഫൂട്ടിങ്ങിന്റെ ഈ ഒരു ഏരിയ, ഈ ഒരു വിസ്തീർണം എന്ന് പറഞ്ഞത് ഈ ഫൂട്ടിങ്ങുമായിട്ട് ഒരു ഓവർലാപ്പ് വരുന്നതായിരിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരു ഓവർലാപ്പ് വരും. ഓക്കെ, ആ ഓവർലാപ്പ് വരുമ്പോൾ നമ്മൾ ഡിസൈനേഴ്സ് ചിന്തിച്ചു, ഈ ഓവർലാപ്പ് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് രണ്ട് കമ്പൈൻ ചെയ്തുകൂടാ, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തുകൂടെ? അങ്ങനെ കമ്പൈൻ ചെയ്തു. ഇതിന്റെ ബേസ് ലാബ് രണ്ട് കമ്പൈൻ ചെയ്ത് രണ്ട് ഫൂട്ടിംഗ് ആയിട്ട് മുകളിലോട്ട് വളർന്നു. ഇതിന്റെ പേരാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആകും. ഓക്കെ, അപ്പോ ഇപ്പൊ ശ്രദ്ധിച്ചാല് എല്ലാ ഫൂട്ടിങ്ങിനും ഓരോ കോളം ഇല്ല പോലെ രണ്ട് ഫൂട്ടിങ് കമ്പൈൻ ചെയ്തിട്ട് കമ്പൈൻഡ് സ്ലാബ് കൊടുക്കും. അതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓക്കെ, ഇത് കോളംസ് എല്ലാം വളരെ അടുത്തടുത്ത് വരുമ്പോൾ അതാണ് എക്കണോമിക്കൽ. ഓക്കെ, അങ്ങനെ ചെയ്താലേ നമുക്ക് പറ്റും. ഓവർലാപ്പ് വരുമ്പോഴാണ് ഇത് സാധാരണ ചെയ്യുന്നത്. അത് മാത്രമല്ല, ചിലപ്പോ ഈ സൈഡിൽ അധികം ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് കെട്ടി വയ്ക്കാം. പക്ഷെ കോളം നമുക്ക് ഇവിടെ കെട്ടാൻ വേണ്ടി പറ്റൂല. ഇവിടെ കോളം അധികം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സ്കൂട്ടിങ് അധികം ഈ ഭാഗത്തോട്ട്, ഇത് വേറൊരാളെ പറമ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡ് കുറച്ചിട്ട് ഈ സൈഡ് കൂട്ടും. അങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യുക. ആ സൈഡ് കൂട്ടിയിട്ട് ഈ സൈഡ് കൂട്ടുമ്പോൾ അത് ഇപ്പുറത്തെ ഫൂട്ടിംഗ് ആയിട്ട് ഓവർലാപ്പ് വരും. അപ്പൊ രണ്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് പ്രാക്ടിക്കലി പ്രൊവൈഡ് ചെയ്യാണ്. ഫീൽഡിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പഠിക്കാൻ വേണ്ടി. ഓക്കെ, കുറച്ചും കൂടെ ഭംഗിയായിട്ട് പഠിക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഫൂട്ടിംഗ് ആണ് കാൻഡിലേബർ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ്. വളരെ സിമ്പിൾ ആണ്. അപ്പോ ഇതും അതുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഫൂട്ടിംഗ് ഉണ്ടോ, ഈ ഫൂട്ടിങ്ങിന്റെ ഒരു ബേസ് ആണ്, ഈ ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻ ആണ് ഇത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇതേ ഡയമെൻഷൻ തന്നെ കുറച്ചും കൂടെ ഈ ഭാഗത്തോട്ട് കൂട്ടിയിട്ട് കിട്ടണം. പക്ഷെ ഇത് നമ്മളെ പ്രോപ്പർട്ടി അല്ല. ഈ ഭാഗം ഇത് വേറെ ആരും, ഈ മതിലിന്റെ അപ്പുറം വേറെ ആരോ ആണ്. അപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഈ ഫൂട്ടിങ്ങിന്റെ ഒരു പിടുത്തം കൂടുതലായിട്ട് ഈ ഭാഗത്താണ് ഇയാൾ പിടിച്ചത്. നമ്മളിങ്ങനെ ഒരു സാധനത്തിന് പിടിച്ചു നിർത്താറില്ലേ ഒരു കോളത്തിന്? അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സാനിറ്റൈസർ ഇതെങ്ങനെയാണ് നിൽക്കുന്നത്? എന്റെ ഈ ഹിഞ്ചാണ് ഇയാളെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ ഇയാളെ പിടിച്ചു നിർത്തും. അതെങ്ങനെ പിടിച്ചു നിർത്തും? ഇങ്ങോട്ടൊരു ബീം കൊടുത്തിട്ടുണ്ട്. ആ ബീമിനെ നമ്മൾ സ്ട്രാപ്പ് ബീം എന്ന് പറയും. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ട്രാപ്പ് ബീം കൺസെപ്റ്റ് ചെയ്യും. ഈ രണ്ട് കോളവും തമ്മിൽ കണക്ട് ചെയ്യാൻ സ്ട്രാപ്പ് ബീം നമ്മൾ കണക്ട് ചെയ്യും. യഥാർത്ഥത്തിൽ ഇയാളെ പകുതി ലോഡ്, കുറച്ച് ലോഡ് ഇയാളെ പിടിക്കും. ഇയാള് കുറച്ച് പിടിക്കും, കുറച്ച് ഡൗൺവേർഡ് പിടിക്കും. പക്ഷെ അധികം ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. അതായത് വെൻ എഡ്ജ് ഓഫ് ദ ഫൂട്ടിംഗ് കനോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് പ്രോപ്പർട്ടി ലൈൻ. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കാൻഡിലേബർ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. നടുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് സ്ട്രാപ്പ് ബീം. ഇത് പറയും സ്ട്രാപ്പ് ബീം. ഇതൊക്കെ നിങ്ങൾ ഫീൽഡിൽ പോയാൽ പഠിക്കും. സ്ട്രാപ്പ് ബീം ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന്റെ പേരാണ് സ്ട്രാപ്പ് ബീം. പിന്നെ നമ്മൾ കാൻഡിലേബർ ഫൂട്ടിംഗ് എന്ന് പറയും. നെക്സ്റ്റ് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് ആണ്. മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് ഇത് വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ആ തോട്ടട താഴ്ചുവ ജംഗ്ഷനിൽ, താഴ്ചുവ ജംഗ്ഷനിൽ
ഒരു പുതിയ ബിൽഡിംഗ് വന്നത്, എനിക്ക് അത് റാഫ്റ്റാന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുതിയ മാള് പോലെ ഇല്ലേ, ഒന്നുമില്ല. അതൊരു റാഫ്റ്റ് സ്ലാബ് എന്ന് വെച്ചിട്ട്, ഈ റാഫ്റ്റ് സ്ലാബ് പറഞ്ഞാൽ കോമൺ സ്ലാബ്. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് റാഫ്റ്റ് സ്ലാബ് വരിക. ഇവിടെ ഒരു കോളുണ്ട്, ഇവിടെ ഒരു കോളുണ്ട്. അതായത് ഒരു സ്ലാബ്, അതിന്റെ മേലെ ഒരു 10, 20, 30 കോൾ ഉണ്ടാവും. അങ്ങനെ ചറ പറ ഒരു മാറ്റിന്റെ മേലെ ഇങ്ങനെ കോൾ ഇങ്ങനെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതിന്റെ ഒക്കെ കോമൺ ഫൂട്ടിങ് ഇയാളെ ഒരുപാട് എൻ നമ്പർ ഓഫ് കോളംസ് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഫൂട്ടിങ്. ഇത് നമ്മൾ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് എന്ന് ഫൂട്ടിങ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്ത് സാധാരണ നമ്മുടെ സോയിലിന് ഒരു ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. ബിയറിംഗ് കപ്പാസിറ്റി പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ലോഡ് താങ്ങാനുള്ള ഒരു കഴിവാണ്. ഓക്കെ, അത് വളരെ പുവറാണ്. ഇപ്പൊ ക്ലേ സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ ബിയറിംഗ് കപ്പാസിറ്റി, നിങ്ങൾ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറഞ്ഞ സോയിലാണ് ക്ലേ സോയിൽ. ഈ ക്ലേ സോയിലൊക്കെ വരുമ്പോൾ, ക്ലേ സോയിൽ നമുക്ക് നല്ല ഫൈൻ ക്ലേ ആണെങ്കിലും നമുക്ക് ബിയറിംഗ് എന്താ പറയേണ്ടത്, ഈ മാട്രാഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്നിരുന്നാൽ കൂടി ഞാൻ എക്സാമ്പിൾ പറയാം. ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിൽ ആണെങ്കിൽ നമുക്ക് റാഫ്റ്റിംഗ് ഫൗണ്ടേഷൻ കൊടുക്കാം. അതാണ് ഡിസൈനർ ഓപ്ഷനാണ്, അതൊരു എഞ്ചിനീയർ ഓപ്ഷനാണ്, ഏത് ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളത്. നിങ്ങൾ അത്ര ഡെപ്തിലൊന്നും പഠിക്കണ്ട. അപ്പോൾ ലോഡ് ഫ്രം നമ്പർ ഓഫ് കോളം ഇൻസ്റ്റിറ്റ്യൂട്ട് സിംഗിൾ ലാർജ് ഫൂട്ടിംഗ് ഈസ് കോൾഡ് മാറ്റ്. അതാ ഞാൻ പറഞ്ഞു. എന്റെ പുസ്തകം മാറ്റ് ആണെങ്കിൽ ഇതാണ് മാറ്റ്. ഈ മാറ്റിന്റെ മേലെ ഒരു 10-40 ഫൂട്ടിംഗ് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇത് ഉറപ്പില്ല, ചിലപ്പോൾ നമ്മൾ ഇതിന് കമ്പൈൻ ചെയ്തിട്ട് ബീമൊക്കെ കൊടുക്കും. ഈ മാറ്റിന്റെ ഡെപ്തിൽ നമ്മൾ പഠിച്ചാൽ പല ടൈപ്പ് മാറ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ അത്ര ഡെപ്തിലൊന്നും പഠിക്കണം. ഇത് ഇൻ ബിറ്റ്വീൻ ബീംസ് ഒക്കെ കൊടുത്തിട്ട് റാഫ്റ്റ് ചെയ്യാം, കൊടുക്കാതെ റാഫ്റ്റ് ചെയ്യാം, എങ്ങനെ വേണം റാഫ്റ്റ് ചെയ്യാം. ഇനി ഈ ബീംസ് ഇതിന്റെ തൊട്ട് അടിഭാഗത്ത് ബീം കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഉണ്ട്, റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിക്കും. നിങ്ങൾ ഒരു മാറ്റിന്റെ മേലെ കുറെ ഫൂട്ടിംഗ് ഉണ്ട് എന്ന് മാത്രം പഠിക്കും. ഓക്കെ, അപ്പോൾ റാഫ്റ്റ് ബിഹേവ് ആസ് എ സിംഗിൾ യൂണിറ്റ്, C1, C2, C3, C2, C1, C2, C3 യൂസ്ഡ് ഓൺ ഹെവി കൺസ്ട്രക്ഷൻ വർക്ക്സ് ഇൻ ലോഡ് ബിയറിംഗ് സോയിൽ. ഹെവി വർക്ക്സിലൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ വലിയ ഷോപ്പിംഗ് മാളൊക്കെ വരുന്ന നമ്മൾ റാഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇതാണ് റാഫ്റ്റ്. റാഫ്റ്റിന് 3 അറിയാൻ പറഞ്ഞ പോലെ സാൻഡ്, PCC, ദെൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ. അതിന്റെ മേലെ കോളം. ഇനി വേണമെങ്കിൽ ഇവിടെ ബീംസ് ഒക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇൻവേർട്ടഡ് ബീം, അടിഭാഗത്ത് ബീം കൊടുക്കുന്ന റാഫ്റ്റ് ഫൗണ്ടേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ. ഞാൻ പറഞ്ഞു, നമ്മൾ ഏകദേശം ഷാലോ ഫൗണ്ടേഷൻ ഒക്കെ വി ഹാവ് കംപ്ലീറ്റഡ് ദ ഷാലോ ഫൗണ്ടേഷൻ. അതിലൊരു വാള് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും, വാൾ ഫൂട്ടിംഗ് എന്ന് പറയും. ഇനി 2 ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കമ്പൈൻ ചെയ്തിട്ട് കോമൺ ആയിട്ട് ഒരു സ്ലാബ് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇനിയിപ്പോ മറ്റു ലാസ്റ്റ് ആയിട്ട് വിളിച്ചത് ഒരു ബേസ് ലാബിന് ഒരു 10-30 പേര് നമ്പർ ഓഫ് ഫൂട്ടിംഗ് സർക്കംഫറൻസസുള്ള റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൂട്ടിംഗ് എന്ന് പറയും. മാറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടിയാണ്. നമ്മളെ വീട്ടിൽ നമ്മളെ ചവിട്ടി എത്ര ആൾ ചവിട്ടുന്നില്ല, കുറെ ആൾ ചവിട്ടുന്നില്ലേ, അതുപോലെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മാറ്റ് നമ്മളെ ചവിട്ടിയല്ല, ചവിട്ടിയുടെ മേലെ കുറെ ആൾ ചവിട്ടി പോകുന്നില്ലേ, അതന്നെയാണ് ഇത് മാറ്റ്. അപ്പൊ എല്ലാവരും പഠിച്ചല്ലോ മാറ്റ് ഫൗണ്ടേഷൻ എന്താണ്. ഓക്കെ, ഇനി അടുത്തത് പൈൽ ഫൗണ്ടേഷൻ. നമ്മൾ പൈലടിക്കുക എന്നൊക്കെ ഇങ്ങനെ നാട്ടുഭാഷയിൽ പറയുന്നത്. അപ്പോ വെൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ വളരെ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ സോയിലിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുമ്പോൾ പൂഴി നല്ല ബിയറിംഗ് കപ്പാസിറ്റി സാധനമാണ്. നല്ല ലാറ്ററൈറ്റ് സോയിൽ, അതായത് ചുവന്ന മണ്ണ്, നല്ല ബിയറിംഗ് കപ്പാസിറ്റി ഇല്ല. ചിലപ്പോ ക്ലേ എന്ന് പറഞ്ഞ സാധനം, ക്ലേ എന്ന് പറഞ്ഞാൽ ചതുപ്പ് പോലത്തെ സാധനങ്ങൾ, അവിടെ ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. സോയിലിന് ഒന്നിന് പിടിച്ചു നിർത്താനുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. നമുക്ക് സോയിലിനെ പിടിച്ചു നിർത്തേണ്ട ബിൽഡിങ്ങിനാ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ, അതായത് പൈൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിഭാഗത്ത്, ഈ ക്ലേയുടെ അടിഭാഗത്ത് എവിടെയെങ്കിലും ഒരു പാറയുണ്ടെങ്കിൽ ആ പാറയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൈൽ അടിച്ചിട്ട് ആ പാറയുടെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്നു. പൈൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, യഥാർത്ഥത്തിൽ ഒരു കോൺക്രീറ്റ് കോളം തന്നെയാണ്. ഒരു കോൺക്രീറ്റ് കോളം, ഇവിടെ പാറ, റോക്ക്, ഇത് അടിച്ച് താക്കാം. വേണമെങ്കിൽ നമുക്ക് ബോർ ചെയ്യാം. ഓക്കെ, അടിച്ചു താക്കുന്നതിന് ഡ്രിവൺ പൈൽസ് എന്ന് പറയും. പൈല് ഡ്രൈവ് ചെയ്യും നമ്മൾ. ഓക്കെ, ഡ്രൈവ് ചെയ്ത് അടിച്ച് ഡ്രിവൺ പൈൽസ് എന്ന് പറയും. ഇനി കാസ്റ്റ് ഇൻ സിത്തു പൈൽ എന്ന് പറഞ്ഞിട്ടൊരു പൈലുണ്ട്. അതായത് നമുക്ക് ഫീൽഡിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. കോൺക്രീറ്റ് കേജ് ഒക്കെ ഇട്ട്, കോൺക്രീറ്റ് ഒക്കെ ട്രമ്മി കോൺക്രീറ്റ് ഒക്കെ നിറച്ച്, റെഡിമിക്സ് കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടൊക്കെ ചെയ്യാം. അതിന് നമ്മള് ബോർഡ് പൈൽ എന്ന് പറയും. ബോർ ചെയ്തിട്ട് പൈൽ ചെയ്യും. അത്ര ഡെപ്തിൽ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. പൈൽ ഈസ് എ സിലിണ്ടർ ലോങ് മെമ്പർ വിത്ത് എ സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ. നമ്മൾ പൈലിന്റെ ഈ പൈലിനെ മുകളിൽ നിന്ന് നോക്കിയാൽ സർക്കുലർ പൈലാണെങ്കിൽ ഇങ്ങനെ കാണും. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ വളരെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഇപ്പൊ ഒരു 10 നില ബിൽഡിംഗ് എല്ലാം ഷുവർലി വി ഹാവ് ടു ഗോ ഫോർ പൈൽ. സോയിൽ വളരെ പുവറൊക്കെ ആണെങ്കിൽ ഡിസൈനർ പറയും വി ഹാവ് ടു ഗോ ഫോർ പൈൽ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിന്റെ ഒരു റോളാണ്.
നിങ്ങൾക്ക് ഫർദർ ആയിട്ട് നിങ്ങൾ ഡിപ്ലോമ, ബിടെക്, എംടെക് ഒക്കെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, NIT കാലിക്കറ്റ് എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫൗണ്ടേഷൻ എഞ്ചിനീയർ ആയിട്ട് വളർന്നു തരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം, ഏത് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടത്. സോ പൈൽ ഈസ് സ്ലെൻഡർ. സ്ലെൻഡർ എന്ന് പറയുന്ന ലോഹമാണ്. മെമ്പർ വിത്ത് എ സ്മോൾ ക്രോസ് സെക്ഷൻ ഏരിയ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഫൗണ്ടേഷൻ ലോഡ്സ് ടു ഡീപ്പർ റോക്ക് സ്ട്രാറ്റ. അത് ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒരു വലിയൊരു കോളം അതൊരു പാറയുടെ മേലെ കൊണ്ടുവക്കും. പൈൽ ട്രാൻസ്മിറ്റ് ലോഡ് എയ്തർ ബൈ സ്കിൻ ഫ്രിക്ഷൻ ഓർ ബിയറിംഗ്. ശ്രദ്ധിക്കുക, ഈ സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സാധനത്തിനെ പിടിച്ചു നിർത്താം. എങ്ങനെ പിടിച്ചു നിർത്താം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിർത്താം. ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൂടെ നമുക്ക്? ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ബലം കൊണ്ട് നമുക്ക് ഈ സാധനത്തിന് പിടിച്ചു നിർത്താം. ഇനി ഇങ്ങനെയും പിടിച്ചു നിർത്തിക്കൂടെ? ശ്രദ്ധിക്കും, നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം. ഒരു സാധനം നിങ്ങൾ കയ്യിൽ മനസ്സിലാലേക്കും, ഈ സാധനത്തിന് എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും? ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും, ഇങ്ങനെയും പിടിച്ചു നിർത്താൻ പറ്റും, ഇങ്ങനെയും പിടിച്ചു. ഇങ്ങനെ പിടിച്ചു നിർത്താൻ നമുക്ക് സ്കിൻ ഫ്രിക്ഷൻ. ഇതാണ് സ്കിൻ. നിങ്ങളുടെ സ്കിൻ ഇതല്ലേ, അതേപോലെ ഈ പൈലിനെ നമുക്ക് ഇങ്ങനെ പിടിച്ചു, 4 സൈഡിൽ നിന്നുള്ള സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയും. ഇതിനെ ബിയറിംഗ് പറയും. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ബിയറിംഗ്. ഈ അടിഭാഗത്തെ ഫോഴ്സ്, അത് റിയാക്ഷൻ ഫോഴ്സ് ആണ്. നിങ്ങൾ മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പഠിക്കണം. ഒരു ഇതാണ് ഒരു പൈല്. ഈ പൈലിന് എൻഡ് ബിയറിംഗ് പൈലും ഉണ്ടാവും, സ്കിൻ ഫ്രിക്ഷൻ പൈലും. സ്കിൻ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം. ഈ സൈഡിൽ സോയിൽ എന്ത് ചെയ്യും? മണ്ണ് ഇയാളെ ഫ്രിക്ഷൻ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തും. ഇങ്ങനെയും പിടിച്ചു നിർത്താം, ഇങ്ങനെയും പിടിച്ചു നിർത്താം. അപ്പൊ 2 ടൈപ്പ് ലോഡ് ഉണ്ട്, സ്കിൻ ഫ്രിക്ഷൻ ഉണ്ട്, ബിയറിംഗ് ലോഡ്. ഇതൊക്കെ നിങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കും കേട്ടോ വിശദമായിട്ട്. ഈ 2 ടൈപ്പ് ഫോഴ്സിൽ നമുക്ക് ഡിസൈനർക്ക് ഡിസൈൻ ചെയ്യാം, ഐദർ ബൈ സ്കിൻ ഫ്രിക്ഷൻ ഓർ ബിയറിംഗ്. എൻഡ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ സൈഡത്തെ സോയിലിന് ഒരു റോളും ഇല്ലാന്നുള്ള രീതിയിൽ ഡിസൈനർ കണക്കാം. ഓക്കെ, only the end has some role in bearing the pile. Used to resist uplift and provide stability against lateral and overturning. ഒരു ഭൂകമ്പം വരികയാണ്, പൈൽസ് ആർ വെരി സേഫ്. ചിലപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ ബിൽഡിംഗ് എല്ലാം കറങ്ങി തരും. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ മണ്ണിങ്ങനെ ഷെയ്ക്ക് ചെയ്യല്ല, ഇങ്ങനെ ഒരു സെക്കൻഡിൽ തന്നെ വളരെ പീക്കായ ആക്സലറേഷൻ കൊടുക്കും. ആ ആക്സലറേഷനിൽ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ തെറിപ്പിക്കും ബിൽഡിങ്ങിന്. അപ്പൊ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുത്തെങ്കിൽ ദേ ആർ ബെറ്റർ ഇൻ റെസിസ്റ്റിംഗ് എർത്ത് ക്വേക്ക് ലോഡ് എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു. എർത്ത് ക്വേക്ക് ഫോഴ്സിന് ബെസ്റ്റ് ആണ് പൈൽ ഫൗണ്ടേഷൻ. പൈല് കൊടുത്ത ബിൽഡിംഗ് പൊളിയുന്നില്ല സാധാരണ. ഇനി ഈ പൈല് നമ്മൾ ശ്രദ്ധിക്കുക, ഈ പൈല് സാധാരണ ഒരു പൈലായിട്ട് കൊടുക്കില്ല, ഒരിക്കലും ഒരു ബിൽഡിംഗ് ഒരു പൈലായിട്ട് കൊടുക്കില്ല. സാധാരണ പൈല് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുക. സാധാരണ പറയുന്നത് 3 പൈലും കൊടുക്കണം. ഇങ്ങനെ ഒരു പൈല് കൊടുക്കുക. നമ്മൾ ഐസൊലേറ്റഡ് ഫൗണ്ടേഷന് പകരം 3 പൈല് കൊടുത്തിട്ട് ഈ 3 പൈലിന്റെ മേലെ ഒരു തൊപ്പി, ഒരു ക്യാപ്പ് കൊടുക്കും. 3 പൈലിന്റെ മേലെ ഒരു ക്യാപ്പ്, പൈൽ ക്യാപ്പ് എന്ന് പറയും. ഇതിന്റെ മേലെ ബിൽഡിംഗ് വരും. ഇതിന്റെ മേലെ കോളം പണിയുന്നത് ഇവിടുന്ന് ഒരു കോളം ഇറക്കിയിട്ട് കോളം പണിയും. അങ്ങനെയാ പറഞ്ഞത്. മിനിമം 3 പൈല് വേണം. അത്ര വേണം. മിനിമം 3 പൈൽസ് ഷുഡ് ബി പ്രൊവൈഡഡ്. 3 പൈല് ഒരു പൈൽ ക്യാപ്പ്. പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 പൈലിൽ മേലെ മൂടുന്ന പൈലൊന്നും നമ്മൾ കാണൂല കേട്ടോ. പൈലൊക്കെ ഭൂമിയുടെ അടിയില്. നമ്മൾ ആ കാണുന്ന സാധനം പൈൽ ക്യാപ്പ് മാത്രമേ. നമ്മൾ കാണുന്ന സാധനം പൈൽ ക്യാപ്പ് മാത്രമാണ്. ഇത് പൈൽ ക്യാപ്പിന്റെ മേലൊന്നും ഫൂട്ടിങ് കറക്റ്റ് ചെയ്ത സാധനമായി കാണിക്കുന്നു. ഓക്കെ, ഇതിപ്പോ ഈ പൈല് ഗ്രൂപ്പ് ചെയ്യും. ഈ പൈല്, ഈ പൈല്, ഈ പൈല് 4 പൈല് ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ ഒരു പൈൽ ക്യാപ്പ് ഒക്കെ അടിക്കും. ഓക്കെ, ഇത് പൈൽ ക്യാപ്പ് ഒക്കെ അടിച്ച് ഇവിടുന്ന് ഒരു കോളൊക്കെ കൊണ്ടുവരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി അത്ര ഡെപ്തിലൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതാണ് പൈലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ബോർഡ് പൈലാണ്. പൈല അടിച്ച് താക്കുന്നത് ബോർഡല്ല, ഡ്രിവൺ പൈൽ. ഇത് ഡ്രിവൺ ചെയ്യുന്ന പൈൽ. ഇത് വിയറ്റ്നാം കോളനി കാണുന്ന സാധനം. ടും 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 ഈ സൗണ്ട് കേൾന്നിട്ടാണ് റൗത്തറും ടീമെല്ലാം അടിച്ച് മറ്റേ മോലെല്ലാം ചാടി വരുന്നത്. ഓക്കെ, ഇത് ഡ്രില്ലിംഗ് ആണ്, ഡ്രിവൺ പൈൽ. ഇനി ഇതെന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ഫീൽഡിൽ കൊടുത്തിട്ടുണ്ടോ? ഇതിൽ നോട്ടെ, ഇല്ല, ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് തന്നെ നമുക്ക് സ്റ്റീല് കമ്പിയൊക്കെ വലിയ കേജൊക്കെ ഉണ്ടാക്കി ആദ്യം ഒരു കുഴി ഒഴിക്കും. ഒരു കേജൊക്കെ കുഴി ഒഴിക്കുമ്പോൾ വെള്ളമൊക്കെ വരും കേട്ടോ. അത് ഡിവാട്ടർ ടെക്നോളജി ഒക്കെ ഉണ്ട്. വെള്ളമൊക്കെ എടുത്ത് കളയും നമ്മൾ. പൈലൊക്കെ കാണേണ്ട ഒരു രസം തന്നെയാണ് ഫീൽഡിൽ. എപ്പോഴെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ പൈലൊക്കെ എവിടെയെങ്കിലും സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പൈലൊക്കെ പോയി കാണാം, എങ്ങനെ പൈലൊക്കെ അടിക്കുന്നത് കാണാം. ഡിവാട്ടർ ഒക്കെ ചെയ്ത് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ഇറക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ഇതാ ചെയ്യുന്നതാ, ഇയാളതാ ചെയ്യുന്നത്. ട്രമ്മി കോൺക്രീറ്റ് എന്ന് പറയും. റെഡിമിക്സ് കോൺക്രീറ്റ് ജിയോമെക്സ് വിളിക്കും. ജിയോമെക്സ് കോൺക്രീറ്റ് അങ്ങ് പോർ ചെയ്ത് വേഗം പൈലങ്ങാകും. യഥാർത്ഥത്തിൽ ഈ സ്ഥലം എന്തായിരിക്കും? ഇതൊരു പാറയായിരിക്കും. ഓക്കെ, ഈ ചിത്രം എനിക്കൊരു സംശയമുണ്ട്. ഇത് ബോറിംഗ് അല്ല കേട്ടോ. അതാ ഡ്രില്ലിങ് എ കേസിംഗ് ഇൻസേർഷൻ. ഇത് ഡ്രില്ല് ചെയ്യുന്ന കേട്ടോ. ഇത് ബോർഡ് പൈൽ തന്നെ. ഓക്കെ, ഇത് ബോർഡ് പൈലാണ്.
ബോർഡ് പൈലിൽ കേസിംഗ് ഇൻസേർഷൻ, സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഇൻസേർഷൻ, കോൺക്രീറ്റ് പോറിംഗ് വിത്ത് ട്രമ്മി പൈപ്പ്, കേസിംഗ് ഇറക്ഷൻ. അപ്പൊ കേസിംഗ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേസിംഗ്, അത് കേസിംഗ് ഇറക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മണ്ണുമായിട്ടൊരു ഇത് വരുമല്ലോ, അപ്പൊ കേസിംഗ് ഇറക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഞങ്ങൾ ഇത്രയൊന്നും പഠിക്കണ്ട. 2 ടൈപ്പ് പൈലുണ്ട്, ബോർഡ് പൈലുണ്ട്, പിന്നെ എന്താ പറയേണ്ടത്, ഡ്രിവൺ പൈലുണ്ട് പഠിക്കാം. വേറെ പറയാം. ഇത് കൂടാതെ ബൾബ്, അണ്ടർറാമിഡ് പൈലൊക്കെ ഉണ്ട്. ഇവിടെ ബൾബൊക്കെ വരുന്ന പൈലൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ പിടുത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെയൊക്കെ ഷേപ്പിലെ പൈലൊക്കെ ഉണ്ട്. നിങ്ങൾ കൂടുതൽ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുക, നല്ല വൃത്തി മനസ്സിലാവും. ഇതൊക്കെ സോയിലിന്റെ ടൈപ്പാണ്. ലോ ഡെൻസിറ്റി സോയിൽ, മീഡിയം ഡെൻസിറ്റി സോയിൽ, ഹൈ ഡെൻസിറ്റി സോയിൽ. ഹൈ ഡെൻസിറ്റി സോയിൽ എന്ന് പറഞ്ഞാൽ റോക്ക് സ്ട്രാറ്റയാണ്, പാറ. ഇവിടെ നല്ല പാറയൊക്കെ ഉണ്ട്. ഈ പാറേന്റെ മേലെ ഒരു പൈലടിക്കും, ഒരു പൈലടിക്കുന്നു, അങ്ങനെ 4 പൈലടിക്കും. 4 പൈലടിച്ചിട്ട് ഒരു പൈൽ ക്യാപ്പ്, ഇങ്ങനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പൈൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. മേലെ അങ്ങ് ബിൽഡിംഗ് അടിക്കും. ഇങ്ങനെ ഒരു പൈലൊന്നും ആയിരിക്കില്ല കേട്ടോ, 4 പൈലിന്റെ മേലെ ഒന്നും ആയിരിക്കില്ല. ഇവിടെ അതേപോലെ 4 പൈലടിക്കും. ചിലപ്പോൾ ഇവിടെ ഒരു കോളം മാത്രമേ ഉണ്ടാവും. ഈ 2 കോളം തമ്മിൽ ഇവിടെ ഒരു ബീം ഉണ്ടാവും. ഇങ്ങനെയാണ് ബിൽഡിംഗ് വരിക. അങ്ങനെ ഒരുപാടെണ്ണം വരും. അങ്ങനെ വലിയൊരു ബിൽഡിങ്ങിന്റെ ഒരു സഞ്ചയം തന്നെ ഉണ്ടാക്കും. ആണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെൽ അല്ലെങ്കിൽ കേസൺ ഫൗണ്ടേഷൻ എന്ന് പറയും. വെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, കിണറാന്ന് പറയാം. നിങ്ങൾ എല്ലാവരും സർക്കസിൽ മറ്റേ എന്താ പറയുക, മരണക്കിണർ കണ്ടില്ലേ, സർക്കസിലൊക്കെ പോയി അതേപോലെ തന്നെയാണ് സാധനം. ഒരു കിണർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഇപ്പോ സാധാരണ ഈ വെൽ അല്ലെങ്കിൽ കേസൺ ഫൗണ്ടേഷൻ സാധാരണ ശ്രദ്ധിക്കുക, വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചറിലാണ് സാധാരണ. ബ്രിഡ്ജിലെല്ലാം മെയിൻ ആയിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത്. വെൽ അല്ലെങ്കിൽ കേസൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിലാണ് ഉപയോഗിക്കുന്നത്. കേസൺ എന്ന് പറഞ്ഞ ബോക്സ് ആണ്. നമ്മളൊരു ബോക്സ് ഉണ്ടാക്കും. ഇതൊരു ബോക്സ് ആണ് അല്ലെ, ഇതൊരു ബോക്സ് ആണ്. ഇതൊരു ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അല്ലെ? ഇതൊരു ബോക്സ് ആണ്. ഈ ബോക്സിലേക്ക് നമ്മൾ വലിയ റെയിൻഫോഴ്സ്മെന്റ് കേജ് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയണ്ട, വലിയ ഒരു കേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, റെയിൻഫോഴ്സ്മെന്റ് കേജ്. അത് നല്ല ബാറൊക്കെ ബെൻഡ് ചെയ്യുന്ന എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് റെയിൻഫോഴ്സ്മെന്റ് കേജ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റെപ്സ് ഉണ്ട്, ശ്രദ്ധിക്കാം. ആദ്യം ബോട്ടം പ്ലഗ് വരും. നിങ്ങൾ ഇത്ര ഡെപ്ത് പഠിക്കണം, എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ. ബോട്ടം പ്ലഗ് ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഒരു സിമെന്റ് കോൺക്രീറ്റ് ഏറ്റവും അടിഭാഗത്തെ ലെയറാണ്. അതിനുശേഷം ഈ 2 സൈഡ്, ഈ കേജ് എന്ന് പറഞ്ഞ ഈ ഭാഗം, ഇതാണ് കമ്പി വെച്ചിട്ട് ഈ 2 സൈഡ് കോൺക്രീറ്റ് ചെയ്യും. ഇതൊരു വലിയ കിണർ പോലെ ഇതാക്കും. ഈ കിണറിന്റെ മേലെ നമ്മൾ എന്ത് വെച്ചാൽ സാൻഡ് ഫില്ല് ചെയ്യും, പൂഴി ഫില്ല് ചെയ്ത് ഈ സ്ഥലത്താണ് നടുക്ക്, കിണറിന്റെ നടുക്ക് പൂഴി, വെള്ളത്തിന്റെ അടുത്ത പൂഴി നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, പൂഴി ഫില്ല് ചെയ്തിട്ട് സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ട് അടക്കും. ഓക്കെ, PCC വെച്ചിട്ട് അടക്കും. സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ട് PCC അല്ല, RCC വെച്ചിട്ട് നമ്മൾ അടക്കും. PCCയിലൊന്നും നിൽക്കൂല, RCC വെച്ചിട്ട് നമ്മൾ അടക്കും. അതിനുശേഷം നല്ല കട്ടിയുള്ള ഒരു RCC സ്ലാബ് കൊടുക്കും. വെൽ ക്യാപ്പ് എന്ന് പറഞ്ഞു വെൽ ക്യാപ്പ്. ഒരു ടോപ്പ് പ്ലഗ് വന്നിട്ട് ഈ രീതിയിൽ ടോപ്പ് പ്ലഗ് കൊടുക്കും, പിന്നെ വെൽ ക്യാപ്പ് കൊടുക്കും. ഇതിന്റെ മേലെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പാലത്തിന്റെ എന്ത് വരുന്നത്, പാലത്തിന്റെ പിയർ വരുന്നത്. പാലത്തിന്റെ പിയർ വരുന്നത് ഇതിന്റെ മുകളിലാണ്. ഇതാണ് ഒരു വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ വെൽ എങ്ങനെയാണ് കുഴിക്കുന്നത് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ബിറ്റൊക്കെ അറിയില്ല എല്ലാവരും. അപ്പൊ അതൊരു ബോറിംഗ് ടണൽ ബോർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആ ടണൽ ബോർ ചെയ്തതിനു ശേഷം അതിൽ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ ഇറക്ട് ചെയ്യുന്നു. അതാണിത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെയാണ്, ഒരു ബോട്ടം പ്ലഗ് സിമെന്റ് കോൺക്രീറ്റ് ഉണ്ടായിട്ട് അടിയിൽ, അതിന് മേലെ 2 സൈഡിലായിട്ട് കേജ് ഉണ്ടാവും, കേജ് കോൺക്രീറ്റ് ചെയ്യും, നടുക്ക് സാൻഡ് ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ പിയർ ഫൗണ്ടേഷൻ പറഞ്ഞു. ഇത് വളരെ ഹെവി ആയിട്ടുള്ള ലോഡ് വരികയാണെങ്കിൽ, പൈലും പൈൽ ക്യാപ്പും ചെയ്തതിന് ശേഷം ഒരു പിയർ എന്ന് പറഞ്ഞ സെറ്റപ്പ്, ഒരു പിയർ എന്ന് പറഞ്ഞ ഹെവി ഒരു പിയർ ഇതിന്റെ മേലെ കൺസ്ട്രക്ട് ചെയ്യും. ഇതും ഒരു വലിയൊരു റെയിൻഫോഴ്സ്മെന്റ് കേജ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് സാധനമാണ്. ഇതിന്റെ മേലെ പിയർ ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യും. പിയർ ക്യാപ്പ് ഇത് ബ്രിഡ്ജിലാണ് സാധാരണ. ഇതിന്റെ മേലെയാണ് പാലം പണിയാൻ വേണ്ടി. സോറി, എന്റെ ഇത് വായിക്കണേ. അപ്പൊ വായിക്കാനെല്ലാം അറിയില്ല എങ്ങനെയാണ് ഇതിലൂടെ പാലം പോകും. ഇതേപോലത്തെ ഒരു സാധനം ഇവിടെ വരും, ഒരു പിയർ ഇവിടെ വരും. അപ്പൊ ഈ പിയർ നടത്തിയിട്ട് സ്ട്രിപ്പ് സ്ലാബ് വരും. ഇങ്ങനെയാണ് നമ്മളിപ്പോ പാലാരിവട്ടം പാലൊക്കെ ഉണ്ടാവുക. പൈലുണ്ട്, പാലാരിവട്ടം പാലം ഇങ്ങനെ ഉണ്ടാവും. പൈലടിക്കും, പൈൽ ക്യാപ്പ് വെക്കും, പിയർ വെക്കും, പിയർ വെച്ചിട്ട് പിയർ ക്യാപ്പ്. ഇതാണ് ഇത് പിയർ. ഇത് ആക്ച്വലി ഇതൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ പൈലടിച്ചിട്ടില്ല, ശ്രദ്ധിച്ചോ. ഇത് നമ്മൾ പൈലടിച്ചിട്ടില്ല. ഇതിലെന്തായിരുന്നു, ഒരു വെല്ലിന്റെ മേലെ നമ്മളെ പിയർ അല്ലെങ്കിൽ അബുട്ട്മെന്റ് വെല്ലിന്റെ മേലെ, വെൽ ഫൗണ്ടേഷന്റെ മേലെ വരുന്നത്. ഇതെന്താണ്, ഒരു പൈൽ ഫൗണ്ടേഷന്റെ മുകളിൽ ഒരു പിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ പിയർ ഫൗണ്ടേഷൻ.
ഇനി പിയർ ഇല്ലെങ്കിൽ വെറും പൈൽ മാത്രമാണ് നമ്മുടെ പൈൽ ഫൗണ്ടേഷൻ ചെയ്യണം. ഓക്കെ, പൈൽ കമ്പൈൻ വിത്ത് പിയർ ഈസ് നോൺ ആസ് ദി പിയർ ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കണം ആ ഒരു ഡെഫിനിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കുക, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഐ ക്യാൻ ക്ലാരിഫൈ യു, ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 12:15 നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം ആയി. ഓക്കെ, ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ല? കേട്ടിട്ടുണ്ടായില്ലേ സൗണ്ട്? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. പിയർ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ.